പക്ഷേ ക്ഷമയ്ക്കൊരു പരിധിയുണ്ട്. ഒരാളങ്ങ് മാറിക്കഴിഞ്ഞാൽ പിന്നെ നോട്ടീസിൽ പോലും പേര് വെക്കണ്ട, ഒരു ഫംഗ്ഷനിൽ നമ്മൾ പങ്കെടുക്കണ്ട, അങ്ങ് അവഗണിച്ച് കളയുക എന്നുള്ള കഠിനമായ ജോലി മാത്രം. എനിക്ക് ഓടിയെത്താൻ പറ്റുന്നില്ല. അയ്യോ പാവം, വിഷമം തോന്നുന്നു കേട്ടോ സത്യത്തില്. കാരണം 3 ടേമിൽ 2006 മുതൽ 2021 വരെ കേരളത്തിൽ CPM MLA ആക്കിയ ആയിഷ പോറ്റി എന്ന നേതാവ് കൊട്ടാരക്കരയിൽ നിന്നുള്ളതാണ്. ബാലകൃഷ്ണപിള്ള എന്ന ജയൻ കില്ലറായിട്ടാണ് രംഗപ്രവേശം ചെയ്യുന്നത്. അങ്ങനെ പാർട്ടി ഏതാണ്ട് 15 വർഷം അവരെ താലോലിച്ച് നടന്ന അവരെയാണ് പാവം ഒരു മൈൻഡ് ചെയ്യുന്നില്ല, ഒരു നോട്ടീസിൽ പോലും പേര് വയ്ക്കാൻ സമ്മതിക്കുന്നില്ല. അവരെ കൊണ്ട് ഓടിയാൽ എത്തണില്ല അത്രേ. അതുകൊണ്ട് ഒരു നോട്ടീസിൽ പോരെങ്കിലും പേര് വെച്ച് വെറുതെ പേര് ഒരു നോട്ടീസ് അടിക്കുമ്പോൾ വെറുതെ പേര് വെച്ചിരുന്നെങ്കിൽ അവരിന്ന് പോയി കോൺഗ്രസ് പോയി ചേരുവോ? അപ്പോൾ കോൺഗ്രസ്സുകാർ പറഞ്ഞു ഞങ്ങൾ എവിടെ വേണമെങ്കിൽ നോട്ടീസിൽ എത്ര തവണ വേണമെങ്കിൽ പേര് വയ്ക്കാം, ഏത് നോട്ടീസിൽ വേണമെങ്കിൽ പേര് വയ്ക്കാം, നിങ്ങൾ ഇങ്ങോട്ട് വന്നോളൂ എന്ന് സതീശൻ പറഞ്ഞു. പോരാത്തതിന് കൊട്ടാരക്കര സീറ്റും കൊടുത്തു കാണും, അടുത്ത തവണ നിങ്ങൾ കൊട്ടാരക്കരയിൽ മത്സരിക്കൂ എന്നും സതീശൻ ഒരു ഓഫർ വെച്ച് കഴിഞ്ഞാൽ പിന്നെ പോറ്റി വീഴാതിരിക്കുമോ? ആദ്യം പോറ്റി പറഞ്ഞ കാരണങ്ങളുണ്ട് കേട്ടോ, അത് നമുക്ക് വഴിയേ കേട്ട് നോക്കാം. ബഹു തമാശയാണ് കേട്ടോ കേരളത്തിലെ രാഷ്ട്രീയ രംഗം. എന്തായാലും UDFനെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടമാണ്. തദ്ദേശത്തിലൊരു 80-ലധികം നിയമസഭാ സീറ്റുകളിലൊക്കെ ഭൂരിപക്ഷം കാണിക്കുന്നുണ്ടെങ്കിലും ആ മീറ്റർ റീഡിംഗ് എങ്ങാനും തെറ്റിപ്പോയാലോ എന്നുള്ളൊരു പേടിയുണ്ട്. അതുകൊണ്ട് മാണിയെ നമ്മൾ വല വീശിയിട്ടുണ്ട്, ആരെ? ജോസ് കെ മാണിയെ. പക്ഷേ ജോസ് കെ മാണി ഇപ്പം ഇന്ന് നിരാശപ്പെടുത്തിയിട്ടുണ്ട്. അത് ചിലപ്പോൾ ചില കളികളാണോ എന്നും ചില സംശയങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് ഈ പോറ്റിയെ പറ്റി തന്നെ പറഞ്ഞു പോകാം. ശബരിമലയിലെ പോറ്റി വേറെ, കോൺഗ്രസിൽ കയറ്റിയ പോറ്റി വേറെ. എന്തായാലും ആ പോറ്റിയുടെ കഥ നമുക്കൊന്ന് തുടർന്ന് കേൾക്കാം. നേരത്തെ തീരുമാനിച്ചില്ല. ഇപ്പോൾ ഇന്നാളൊക്കെ തന്നെ എന്നോട് കോൺഗ്രസ് ചേരുന്നുണ്ട്, ഒരു അനുസ്മരണത്തിന് പോയി. അന്നേരം ഒന്നും എൻ്റെ മനസ്സിലില്ല. പക്ഷേ ദീർഘനാളായിട്ട് ഞാൻ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് പ്രയാസങ്ങൾ എനിക്ക് പറയാൻ ഇഷ്ടമില്ല. ഞാൻ എന്നും മനുഷ്യൻ്റെ ഒപ്പം പ്രവർത്തിച്ച് മനുഷ്യർക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഒരു സ്ഥാനമൊക്കെ മത്സരിച്ചു, ജനങ്ങൾ ജയിപ്പിച്ചു, അതെല്ലാം കഴിഞ്ഞ് താഴെ ഇറങ്ങുമ്പോൾ ഇനി ഒരു കാര്യത്തിനും നമ്മൾ ആവശ്യമില്ല എന്ന് വന്നാൽ അപ്പം സലാം പറയുക എന്നുള്ളതാണ്. പക്ഷെ ആയിഷ മേഡം പറയുന്നില്ല, എന്തോ ഒരു പൊരുത്തക്കേടുണ്ടല്ലോ. നേരത്തെ അല്ലേ മേഡം പറഞ്ഞത്? എന്ത് പറഞ്ഞത്? ഈ ഓടിയാൽ എത്തുന്നില്ല, അതുകൊണ്ട് തന്നെ പലയിടത്തും എനിക്ക് എത്താൻ പറ്റുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ നോട്ടീസിലൊക്കെ പേര് അടിച്ചു കഴിഞ്ഞാൽ കൃത്യസമയത്ത് ആ മീറ്റിങ്ങിലെത്തണം, ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റെടുക്കണം. പക്ഷെ പഴയ പോലെ ഓടി എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഈ പ്രയാസങ്ങൾ CPM നേതൃത്വത്തോട് പറഞ്ഞിട്ടും അത് കേട്ടില്ല. എനിക്ക് ഓടിയെത്താൻ പറ്റുന്നില്ല, എനിക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ടെന്ന് എല്ലാവരോടും പറഞ്ഞിരുന്നു. പക്ഷെ അപ്പൊ മേഡത്തിന്റെ അടുത്ത് തന്നെയാണ് കുഴപ്പം. നേതാക്കളോട് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഓടിയെത്താൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നെ അവരെന്ത് പഠിച്ചു? സ്ഥാനമാനങ്ങളൊന്നും തന്നില്ല എന്ന് പറഞ്ഞാൽ, നോട്ടീസിൽ പേര് വെച്ചില്ല എന്ന് പറഞ്ഞാൽ അതെന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ മേഡം. എനിക്കിങ്ങനെ ഓടിയെത്താൻ പറ്റുന്നില്ല, എനിക്ക് അങ്ങനെ ഈ ബസ് കയറിയോ അത് കയറിയൊക്കെ ഇങ്ങനെ 100 എന്നും കമ്പറ്റികളാണ് എന്നും. അപ്പൊ അങ്ങനെ എത്തണമെങ്കിൽ എനിക്ക് എൻ്റെ ഒരു സംവിധാനം ഉണ്ടെങ്കിലേ ഓടിയെത്താൻ പറ്റും. അപ്പൊ കാര്യം പിടികിട്ടി. MLA ആയി ഒരു 10-15 വർഷം അങ്ങനെ ഇരുന്നപ്പോൾ MLA സർക്കാർ സൗകര്യത്തിൽ കാറും കാര്യങ്ങളൊക്കെ ആയിരുന്നപ്പോൾ മേഡം അങ്ങനെ സുഖിച്ച് വാണിരുന്നു എന്നും, ആ സ്ഥാനമാനങ്ങളൊക്കെ പോയപ്പോൾ വണ്ടിയും കാര്യങ്ങളൊന്നും വിട്ടുകിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ ഈ ബസ്സിലൊക്കെ കയറിയിട്ടൊക്കെ പോയിട്ട് മീറ്റിങ്ങിലൊക്കെ പങ്കെടുക്കാൻ പോയിട്ട് അങ്ങനെയൊന്നും ഇനി പാർട്ടി പ്രവർത്തനം പറ്റില്ല. അയ്യോ, പഴയ നേതാക്കളൊക്കെ എന്തായിരുന്നു, അവർ കാറിലൊക്കെ അല്ലേ പോയിരുന്ന്. എൻ്റെ മേഡം, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നു വന്നത് എങ്ങനെയാണ്? പരിപ്പ് വടയുടെയും കട്ടൻ ചായയുടെയും കഥയൊക്കെ നമ്മൾ തമാശയ്ക്കാണെങ്കിലും പറയാറില്ലേ മേഡം? അതൊന്നും പാർട്ടി നേതാക്കൾക്ക് ഇപ്പോൾ ആവശ്യമില്ല എന്നറിയാം. ഇതിലൊന്നും കയറി മീറ്റിങ്ങുകൾക്ക് 100,000 മീറ്റിംഗ് ഉണ്ടെന്നാണ് പറയണത്. ആ മീറ്റിങ്ങുകൾക്കൊക്കെ ഞാൻ എങ്ങനെ ഈ ബസ്സിലൊക്കെ കയറി എത്തണത്? അയ്യോ, പാർട്ടി ശരിക്കും ഇടപെട്ട് അവർ കാറൊക്കെ അയച്ചു കൊടുത്ത് അവരെ കൂട്ടിയിട്ട് കൊണ്ടുപോകണം എന്നാണ് അവർ ഈ പറഞ്ഞത്. അതല്ല, നമ്മുടെ ഈ കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ ഓഫർ ചെയ്തിരിക്കുകയാണ്. അവർക്ക് സ്ഥാനമാനങ്ങളൊക്കെ MLA സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വണ്ടിയാവും, സൗകര്യങ്ങളാവും. അപ്പം ഇനിയുള്ള ജീവിതകാലം ബഹുക്ഷേമമാകും. അങ്ങനെ സതീശൻ സാറെ ചൂണ്ടയിട്ടെടുക്കുന്നത് ഈ തരം നേതാക്കളാണെങ്കിൽ UDFന്റെ ഗതി ഇപ്പോഴേ പ്രവചിച്ചു വെച്ചോളൂ. എന്തായിരിക്കുമോ എന്തോ, എല്ലാം വിധി പോലെ വരട്ടെ. കേരള ജനത അർഹിക്കുന്നത് മാത്രമേ കിട്ടുള്ളൂ എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു.